എന്തായാലും ആ നാടപ്പം ചെയ്ത് അതിക്രമമായി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വനിതാ മെമ്പർ അടക്കം 6 പേരെ അവൻ ചാക്കി കയറ്റിയിരിക്കുന്നത്. ആ വനിതാ മെമ്പറെ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചുകൂടായിരുന്നു കുറുപ്പേ. അതിനെ അവർ നിന്ന് തരണ്ടേ? നമ്മൾ ചാക്ക നിവർത്തുന്നതിന് മുമ്പ് അവര് കൂറുമാറി. സാരി മാറുന്ന പോലാണല്ലോ കുറുപ്പേ അവള് കൂറുമാറുന്നത്. ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവിശ്വാസം വന്നാൽ നമ്മൾ തെറിക്കും. ഇല്ല, ഞാനത് സമ്മതിക്കല. അയ്യോ എന്ന് പറഞ്ഞാ പറ്റൂ? പറ്റണം. ഞാൻ തെറിച്ചാ താനും തെറിക്കും. താൻ കട്ട് നിന്നതിന്റെ കണക്കൊക്കെ അവന്മാര് കുത്തിപ്പൊക്കും. അയ്യോ എന്താ അയ്യോ? ഇവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കാര്യമായോ? വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടുകയല്ല, എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് മൃഗഡോക്ടറെ ഇവിടെ എത്തിക്കണം. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു. പക്ഷെ ഇതിനൊക്കെയുള്ള പണച്ചിലവാരി വഹിക്കും. പഞ്ചായത്തിൽ നിന്ന് വഹിച്ചൊന്നും മിച്ചമില്ലേ കയ്യിലെ? പണം എത്ര വേണേലും മുടക്കാം. പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന്. താൻ ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്ന് തന്നെ പോണം. കുറുപ്പേ, മരിക്കുമ്പോഴും എനിക്ക് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ മരിക്കണം. അതെന്റെ ഒരു വാശിയാ. അത് മുടക്കരുത്. അവിശ്വാസം വരുന്നതിന് മുമ്പ് മൃഗഡോക്ടർ ഇവിടെ എത്തണം. എന്നെ തോപ്പിക്കരുത് കുറുപ്പേ. ഏതവനടാ ഈ കളിയാക്കുന്നത്? പഞ്ചറായല്ലോ. ഇപ്പൊ 3 പ്രാവശ്യമല്ലേ ഞാൻ പഞ്ചർ ഒട്ടിക്കണത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ, ഞാൻ ഓഫീസിൽ പോണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാർ എങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. സിനിമയ്ക്ക് പോക്കെ കേപ്പ തുടങ്ങി. എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യടാ, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ? എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില ഈ തിയേറ്ററിൽ നിന്ന് 2 സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കുകയാണ് ഭൈരവ. പുതിയ ജീവിത? ഇതിനകത്താ? നോക്കട്ടെ. അതൊന്നുമല്ല. അതല്ല, ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. ഒരു മൃഗഡോക്ടറില്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണം കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുലുമാരുണ്ടായാലും ഭൈരവൻ തടി വരും. എന്തായാലും മൃഗ ഡോക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ. അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്. ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് ചാവക്കാട് ഞാൻ ഡോക്ടറായപ്പോൾ വാങ്ങിയിട്ടുള്ള കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ. അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ? ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ ഇങ്ങോട്ട് തന്നാ മതി. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ. ഇങ്ങനെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തന്റെ അച്ഛൻ്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരും പറ്റിച്ചോണ്ടെന്ന് കാശത് ഉറപ്പാ. ഓ ഈശ്വര സമാധാനായി. ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്, ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്കും.
ഒക്കെ പറഞ്ഞതുപോലെ. ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. പോക്കണക്കോട്ടെ പക്ഷിമൃഗാദികളുടെ സംരക്ഷകനായി ഒരു ദൈവദൂതനെ പോലെ പറഞ്ഞുവരുന്ന ഡോക്ടർ പശുപതിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ നായരുടെ അധ്യക്ഷതയിൽ വമ്പിച്ച സ്വീകരണം. ഇന്ന് കൃത്യം 10 മണിക്ക് പോക്കണമോൾ മൈതാനത്ത് ഇന്ന് കൃത്യം 10 മണിക്ക്. കണ്ടില്ലേ അലങ്കാരങ്ങൾ, പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം. ഇയാളൊരു മഫനാണ്. അതങ്ങനെ, ഇവന്റെ അമ്മാവനല്ലേ? 10 ഗുണം 10 ഗുണം. ഇംഗ്ലീഷുകാരൻ അതാ പറഞ്ഞത്, 10 commandments. നേതാവ് തമാശ ബാല, ഒരു ചൂട്ട് വാങ്ങണം. എന്തിന്? യോഗത്തിന് ആന വരുമ്പോ അത് കത്തിച്ച് ആനയുടെ ആസനത്തിൽ വെച്ചു കൊടുക്കണം. അത് ഇവിടെ എല്ലാം ഓടി യോഗ കലക്കും. നേതാവ് മണ്ടത്തരം പറയരുത്. നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നേതാവും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം. വേണ്ട, 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 വേണ്ട. എന്താടാ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലേ? എന്താ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം? ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നങ്ങളാണെങ്കിൽ ഉണ്ടാക്കാം. നേതാവേ, ആവേശം വേണ്ട, ആവേശം വേണ്ട. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. നിഷ്പക്ഷത പാലിക്കണം, ഇല്ലെങ്കിൽ എന്റെ രക്തം ഒന്നടങ്കം തറപറ്റിച്ചുകൊണ്ട് വണ്ടി ആരടാ പ്രതിപക്ഷത്തെ തറപറ്റിച്ചത്? ഇതേപോലുള്ള മണ്ടത്തരം വിളിച്ചു പോയി അടിച്ചതിന്റെ തലമണ്ട പൊട്ടിക്കും ഞാൻ. എന്താ ഇവിടെ പ്രതിപക്ഷത്തിന്റെ മുഖച്ചായക്ക് മങ്ങലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് തീ വയ്ക്കും. വീട്ടിൽ പോടാ. വീട്ടിൽ പോ, അച്ഛൻ മണി താഴെ നോക്കണം. എവിടെയാ മൃഗഡാക്ടർ? അഭിമാനമായി മാറാൻ പോകുന്ന മൃഗഡോക്ടർ പശുപതി ചിരകാഭിലാഷം പൂർത്തീകരിക്കുവാൻ മൃഗഡോക്ടർ പശുപതി ഇതാ പോക്കണംകോടിനെ ലക്ഷ്യമായി മന്ദം മന്ദം ആഗതനായി കൊണ്ടിരിക്കുന്നു. ഇതാ മൃഗഡോക്ടർ പശുപതി പോക്കണംകോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് രാജിവെക്കുക. പഞ്ചായത്ത് വെള്ളം പ്രസിഡന്റ് രണ്ട് പൊട്ടിക്കട്ടെ. എന്തിനാ പിന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുണ്ടാൻ പോന്നേ? ആ ചോപ്പ ഷർട്ടിലിരിക്കുന്ന രാജ്യദ്രോഹിയാ. ബൈക്ക് ആ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. കാലുമ ചവിട്ടല്ലേ? ഓ ഓ ഹരിതമനോജ്ഞമാം പോക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ
വന്നെത്തി പശുപതി പരിപാലകനായി മൃഗ ഡോക്ടർ തവ പാദം കൈവണ നീ. ഏതായി കുട്ടി? ഇവിടുത്തെ UDC-യാ. നല്ല കുട്ടിയാ. ഹരിത മനോജം വേണ്ടേ? അത് പറ്റില്ല. UDC പാടാൻ അനുവദിക്കാം. അതെ, പാടാൻ അനുവദിക്കണം. പോടാ. മതി. ഇവിടെ തരുന്നോ. ഇങ്ങോട്ട് മാറ്റി. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറഞ്ഞോളാം. ഓടാ. അടുത്തതായി ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Ladies and gentlemen, Mr. Panchayat President, Mrs. Panchayat President, other VIPs, welcome you to all. Sorry ട്ടാ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, എന്നെ വലിയ എടുക്കാം. എന്താ ഈ ഇന്ത്യൻ പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്? പറയൂ. മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഈ പോക്കണംകോട് വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എൻ്റെ അച്ഛൻ ആറ്റുനോറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, അലമുണ്ടാക്കണ. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു വാക്ക് നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണും. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്താ ജീവനൊന്നും അച്ഛനമ്മയല്ലേ? സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയും. പറയുന്ന എല്ലാരും ഏറ്റു പറയണം. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ ഹൃദയം പോക്കണംകോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്. നമസ്കാരം ഡോക്ടറെ, ഞാൻ പലതവണ ആലോചിച്ചതാ ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ കളഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലോ ഒന്ന്. സമ്മതിക്കില്ല, ഈ നാട്ടുകാർ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? എനിക്കത് മനസ്സിലാവും. കുട്ടികൾ എത്രയുണ്ട്? 2 ആൺമക്കളാ. മൂത്തവനങ്ങ് മിലിറ്ററിയില്ല. രണ്ടാമത്തവൻ അറിയില്ലേ, ബാലൻ. അവന് സൊസൈറ്റി. അതെല്ലാം എനിക്കറിയാം. ഞാൻ പ്രസിഡന്റ് സാറിന്റെ കാര്യം ചോദിച്ചത്. എനിക്കോ? എനിക്കൊരു കുട്ടിയേ ഉള്ളൂ, മകളാ. എന്ത് ചെയ്യുന്നു? കോളേജിൽ പഠിക്കുക. എന്താ സബ്ജക്ട്? ചായ വന്നില്ലല്ലോ. ചന്ദ്രമതി, BSc കെമിസ്ട്രി സെക്കൻഡ് ഇയർ. അതെ, അത് തന്നെ. അതാണല്ലോ ഇപ്പൊ പൊതുവെ കോളേജിലൊക്കെ ഉള്ള ഒരു. അതെ, കഴിച്ചില്ല. ചായ വന്നു. ഞങ്ങളിങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. സാറിന് വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. അതെ, 3 സിസ്റ്റേഴ്സാ. 3 പേരും അങ്ങ് വെളിയിലാ. ഓഹോ. ഒരാള് സൗദിയില്, ഒരാള് സിംഗപ്പൂര്, ഒരാള് ലുക്കീമിയയില്. എവിടെ? എവിടെ? ലുക്കീമിയയില്. ഓ, പിന്നൊരാള്
മൂന്നായല്ലോ. ആയി. പിന്നൊരാള് കുട്ടിക്കാലത്ത് പെട്ടെന്ന് മരണം ഉണ്ടായി. അതാണ് എന്റെ ഫസ്റ്റ് ഷോക്ക്. കുട്ടികൾ എത്രയുണ്ട്? എനിക്കോ? ആ, കേട്ടോ? എന്താ ഇങ്ങനെ ചോദിച്ചാ? എന്താ? കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ആവേണ്ട പ്രായമായിട്ടില്ല എനിക്ക്. ഇതിപ്പോ ഏതാ മാസം? ഡിസംബർ. ആ, ആ, ഡിസംബർ. അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും 28 വയസ്സ് തികയും. വാ, കണ്ടാ തോന്നില്ല കേട്ടോ. എന്താ ചെയ്യാ, ഒരാങ്ങളല്ലേ ഉള്ളൂ. പെങ്ങന്മാരെല്ലാവരും കൂടി ഉരുട്ടി തന്ന് ഞാൻ കേറി അങ്ങ് തടിച്ചു. ആ, എന്റെ ഈശ്വര. അമ്മേ മകളാ? അതെ. പരിചയപ്പെട്ടില്ല. ആ, അപ്പോഴേ താക്കോലെ രാഘുവാരത്തിന് മുമ്പ് അങ്ങ് പ്രവേശിക്കേണ്ടതാ. ആ, അത് മറന്നു. അമ്മേ, ആ കളപ്പനയുടെ താക്കോലും എടുത്തോളൂ. എന്താ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. ആ, എന്താ പറഞ്ഞത്? ദാ, എന്താ ആ, പറഞ്ഞത്? അതെ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അന്യടത്ത് പോയി താമസിക്കണത് പ്രസിഡന്റിനോട് നാണക്കേടാ. സൗകര്യക്കുറവാണ്. ഒക്കെ കുറിപ്പ് നോക്കിക്കോളും. ദാ. ആ ആ, അമ്മേ, അമ്മയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ താക്കോലും കൊടുത്താട്ടെ. അമ്മ, ഇത് നമ്മുടെ പുതിയ ഡോക്ടറാ. ഓ നമസ്കാരം. നമസ്കാരം. മോളെ എന്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞോടി നീ. അയ്യോ അമ്മ, ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാ. അയ്യേ. ഇന്ന് മുതല് ഡോക്ടർ നമ്മുടെ കളപ്പുരല്ല താമസം. ഇങ്ങോട്ട് കൊടുത്താട്ടെ. ആ. പഴനി ആണ്ടവാ, മുരുക, അമ്മേ ഒന്ന് അനുഗ്രഹിച്ചോളൂ. നന്നായി വരട്ടെ.